ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ എല്ലാവർക്കും പുതിയൊരു വീക്ക്ലി അനാലിസിലേക്ക് സ്വാഗതം. എന്തായാലും ഈ വീക്ക് അവസാനമായപ്പോഴത്തേക്കും പ്രൈസ് ഒന്നും കൂടി നല്ല രീതിയിൽ വീണിട്ടുണ്ട്. അതേപോലെ തന്നെ ഈ മന്ത് ഓപ്പൺ ചെയ്ത് നല്ലൊരു ബുള്ളിഷിലേക്ക് വന്നെങ്കിലും വീണ്ടും പ്രൈസ് താഴേക്ക് തന്നെയാണ് വരുന്നത്. പെട്ടെന്നാണ് വീണത് അല്ലേ? ഏകദേശം ഫ്രൈഡേ പ്രൈസ് NFPയുടെ ദിവസം, നോൺ ഫാം പേറോളിൻ്റെ അന്ന് തന്നെ പ്രൈസ് നല്ല രീതിയിൽ വീണു. ഞാൻ എല്ലാവരോടും പറഞ്ഞിരുന്നത് വളരെ ശ്രദ്ധിക്കണം, നമ്മളെല്ലാവരോടും മാറി നിൽക്കാൻ പറഞ്ഞൊരു സമയമാണ്. അതുകൊണ്ട് ആർക്കും വലിയ ബുദ്ധിമുട്ടുകളൊന്നും ഉണ്ടായില്ല. നല്ല ട്രേഡ്സും കാര്യങ്ങളുള്ള ഒരു വീക്കായിരുന്നു. NFP ആയിരുന്നാൽ പോലും നല്ല ട്രേഡ്സും കാര്യങ്ങളുള്ള വീക്കാണ്. ഞാൻ എപ്പോഴും പറയുന്നതാണ്, പ്രൈസ് ബുള്ളിഷാണ് ബുള്ളിഷാണ് ബുള്ളിഷാണ്. അതുകൊണ്ട് ബൈ സൈഡ് ഒരുപാട് നല്ല നല്ല എൻട്രികൾ തന്നായിരുന്നു. ഞാൻ കഴിഞ്ഞ ആഴ്ചയും എടുത്തു പറഞ്ഞതാ, ഒരു 70-80% നിങ്ങൾ ബൈ സൈഡ് നിൽക്കുക, ഒരു 30-20% മാത്രം നിങ്ങൾ സെൽ സൈഡ് നിൽക്കുക. പക്ഷെ പല ആൾക്കാരും നല്ല ബൈ സൈഡ് തന്നതുകൊണ്ട് തന്നെ പല ആൾക്കാരും നല്ലൊരു ബൈയൊക്കെ എടുത്ത് നല്ല പ്രോഫിറ്റിലേക്ക് കണ്ടിരുന്നു. വളരെയധികം സന്തോഷം. എനിക്ക് ആദ്യമേ തന്നെ പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ, എൻ്റെ വീഡിയോ കാണാത്ത എൻ്റെ കോഴ്സ് എടുക്കാത്ത പല ആൾക്കാരും ഉണ്ട്. നമ്മുടെ സ്ട്രക്ചർ മാപ്പൊക്കെ ചിലപ്പോൾ ഒരേപോലെ തോന്നാം, പക്ഷേ എൻട്രി മോഡുകളൊക്കെ ഏകദേശം ഒരുപോലെ തോന്നാം. പക്ഷെ നമ്മൾ ഓരോ മാർക്കറ്റ്, നമുക്ക് ബുള്ളിഷ് മാർക്കറ്റ് ഉണ്ട്, ബിയറിഷ് മാർക്കറ്റ് ഉണ്ട്, സൈഡ് വേ മാർക്കറ്റ് ഉണ്ട്. ഈ ഓരോ ട്രെൻഡിനും ഓരോ ട്രെൻഡാണ് അല്ലേ? ബുള്ളിഷ്, ബിയറിഷ്, സൈഡ് വേ ട്രെൻഡ്. ഈ ട്രെൻഡിനനുസരിച്ച് ഞങ്ങളുടെ POIകളും ഞങ്ങളുടെ എൻട്രി ടൈപ്പുകളും വ്യത്യാസമാണ്. ഞങ്ങൾ ചില ട്രെൻഡിലൊന്നും നമ്മൾ ഇന്ന POIകളും ഇന്ന സംഭവങ്ങളൊന്നും എടുക്കൂല. നമ്മൾ ഒരിടക്ക് നമ്മുടെ ഡിസംബർ ജാനുവരി ഒക്കെ നമ്മൾ ഒക്ടോബർ മുതൽ നമ്മൾ ഏറ്റവും കൂടുതൽ ട്രേഡ് ചെയ്യുന്ന വെച്ചാൽ സെക്ഷൻ ആണെന്നുണ്ടെങ്കിൽ ഇപ്പൊ നമ്മൾ സെക്ഷൻ അല്ല. അപ്പൊ ഇങ്ങനെയുള്ള വ്യത്യാസങ്ങളുണ്ട്. അപ്പൊ എൻ്റെ ഒരു വീക്ക്ലി അനാലിസിസ് കേൾക്കുന്ന ആൾക്കാരോട്, എൻ്റെ കോഴ്സ് എടുക്കാത്ത ആൾക്കാരോട് എനിക്ക് റിക്വസ്റ്റ് ചെയ്യാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ, മൂവ്മെന്റ് ഏകദേശം അടിപൊളിയാണ്. നമ്മളുടെ മൂവ്മെന്റും കാര്യങ്ങളും പറയുന്നതെല്ലാം നിങ്ങൾ ഫോളോ അപ്പ് ചെയ്യുക. പക്ഷെ നിങ്ങളുടെ മെന്ററിന്റെ പറയുന്ന POIകളും അതേപോലെ എൻട്രി മോഡുകളും യൂസ് ചെയ്യുക. അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് SL അടിക്കുന്നതാണ്, നിങ്ങൾക്ക് നഷ്ടം വരുന്നതാണ്. അപ്പോൾ എനിക്ക് ആദ്യം തന്നെ പറയാനുള്ളതാണ്, ഒരിക്കലും ഇത് അതേപടി ഫോളോ ചെയ്യരുത്. നിങ്ങളുടേതായ സെറ്റപ്പിൽ നോക്കുക. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം, മന്തിലേക്ക് വരാം. മന്ത് ഓൾറെഡി ഞാൻ പറഞ്ഞു, പ്രൈസ് ഓൾറെഡി ബിയറിഷ്. നമുക്ക് ഈ വീക്ക് നോക്കാം. ഏകദേശം ഒരു 3 ആഴ്ചയായിട്ട് നമുക്ക് ബിയറിഷ് ക്യാൻഡിലാണ് തരുന്നത് അല്ലെ? പ്രൈസ് ഈ ഹൈ എടുത്തതിന് ശേഷം പ്രൈസ് നല്ല രീതിയിൽ ബിയറിഷ് വരുന്നുണ്ട്. ഈ ഹൈ എടുത്തപ്പോൾ അന്നേ ഞാൻ പറഞ്ഞതാണ്, ഡേയുടെ സ്ട്രക്ചർ മാപ്പ് തന്നില്ല, ബ്രേക്ക് ഓഫ് സ്ട്രക്ചർ തന്നില്ല. അവിടെ ഒരു വിക് ബ്രേക്ക് ആണ്, ലിക്വിഡിറ്റി ഗ്രാബ നടത്തി. അത് മാത്രമല്ല നല്ലൊരു IFC ക്യാൻഡിലും ഫോം ചെയ്തായിരുന്നു. അപ്പോൾ തന്നെ നമ്മൾ ആ ലോയിലേക്ക് പോകും എന്നുള്ള കാര്യം വ്യക്തമായിട്ട് പറഞ്ഞു. ഇനിയിപ്പോ നമുക്ക് ഇതിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ, നമുക്ക് ഈ വീക്കിന്റെ, ഈ ഹൈ വീക്കിന്റെ ലിക്വിഡിറ്റി എടുത്തു കഴിയുമ്പോൾ, ഇന്റേണൽ ലിക്വിഡിറ്റി എടുത്തു കഴിയുമ്പോൾ പ്രൈസ് ഒരു നല്ലൊരു പുൾ ബാക്ക് എടുക്കാനുള്ള സാധ്യതയുണ്ട്. ഇപ്പോൾ നമ്മുടെ സപ്പോർട്ട് റെസിസ്റ്റൻസ് ഒക്കെ നോക്കുന്ന ആൾക്കാരാണെങ്കിൽ അവർ ഓൾറെഡി ഒരു ബൈയിങ് പൊസിഷനിലായിരിക്കും നിൽക്കുന്നത്. ഏകദേശം 2300 എന്നുള്ളത് ഒരു ബൈയിങ് പൊസിഷനാണ് അവരുടെ. പക്ഷെ നമുക്ക് ഈ ലിക്വിഡിറ്റി എടുത്തു കഴിഞ്ഞാൽ ഒരു ബൈ നമുക്ക് എടുക്കാവുന്നതാണ്. നമുക്ക് ഡേയിലേക്ക് വരാം. ഡേയിലേക്ക് വരുമ്പോഴത്തേക്കും എനിക്ക് പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ഒരു സോൺ നിങ്ങൾക്ക് അല്ലെങ്കിൽ ഇതിന്റെ ലോ ലിക്വിഡേറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ, ലിക്വിഡേറ്റ് ചെയ്തിട്ട് നല്ലൊരു കൺഫർമേഷൻ കിട്ടണമെങ്കിൽ പ്രൈസ് വീണ്ടും അഗെയിൻ ബുള്ളിഷ് തന്നെയായിരിക്കും. അല്ല, ഇത് ബോഡി ബ്രേക്ക് ചെയ്യണമെങ്കിൽ നമുക്കൊരു 80% ഈ ഒരു OBയിലേക്ക് പ്രൈസ് വരാനുള്ള സാധ്യതയാണ്. അപ്പൊ നോക്കിയിട്ട് വേണം എൻട്രി എടുക്കാനായിട്ട്. അപ്പോൾ ലോങ് ടൈം ട്രേഡ് ചെയ്യുന്ന ആളുകളൊക്കെ വളരെയധികം ശ്രദ്ധിച്ച് വേണം എടുക്കാനായിട്ട്. ഇവിടെ നിങ്ങൾക്കൊരു വിക് ബ്രേക്ക് തന്നെയാണെങ്കിൽ ഡേയുടെ സ്ട്രക്ചറിന്റെ അനുസരിച്ചുള്ള എൻട്രി മോഡുകളും കാര്യങ്ങളും നോക്കുക. എന്നിട്ട് എന്ത് ചെയ്യുക, നിങ്ങൾ ലോങ് ടൈം ഹോൾഡ് ചെയ്യുന്ന എൻട്രികളൊക്കെ നിങ്ങൾക്ക് എടുക്കാം. പ്രൈസ് ഇപ്പോഴും നല്ല ബുള്ളിഷിൽ തന്നെയാണ്. ഒരിക്കലും പ്രൈസ് ബിയറിഷിൽ എന്ന് ഞാൻ പറയില്ല. ഏകദേശം പ്രൈസ് നല്ല ബുള്ളിഷിൽ വന്നത് കൊണ്ട് തന്നെ ഇവിടെ ഈ കണ്ടോ, ഇവിടുത്തെ ഈ IFC ക്യാൻഡലിന്റെയൊക്കെ നല്ല ലിക്വിഡിറ്റി ഗ്രാബ് എടുത്തത് കൊണ്ട് തന്നെ പ്രൈസ് ഈ ലോ എടുത്തു. പ്രൈസ് ഈ ലോ എടുത്ത സമയത്ത് ഞാൻ പറഞ്ഞതാണ്, പ്രൈസ് ഫസ്റ്റ് ഈ ലോ ബ്രേക്ക് ചെയ്യാനുള്ള സാധ്യത നല്ല രീതിയിലുണ്ടെന്ന്. ഇവിടുന്ന് ആ ഒരു 3 ദിവസം കൊണ്ട് തന്നെ പ്രൈസ് ആ ലോ എടുത്തു. വീണ്ടും പ്രൈസ് ഒരു റേഞ്ചിൽ നിന്നിട്ടാണ് പ്രൈസ് ഒരു ഏകദേശം ഒരു $100 മൂവ്മെന്റ് ആണ്. ഈ ബിൽഡപ്പ് കണ്ടു കഴിഞ്ഞപ്പോൾ തന്നെ എനിക്ക് മനസ്സിലായിരുന്നു പ്രൈസ് എന്തായാലും നല്ലൊരു ഡ്രോപ്പ് ചെയ്യുമെന്ന്. നല്ല രീതിയിൽ പ്രൈസ് ഇങ്ങനെ ഡ്രോപ്പ് ചെയ്ത് ചെയ്യുമെന്നുള്ള കാര്യം അതെന്റെ എക്സ്പീരിയൻസ് ആണ്. നമ്മൾ കൺഫർമേഷൻ ഒക്കെ രീതിയിലാണ് എടുത്തേക്കണമെങ്കിൽ എന്റെ നല്ലൊരു എക്സ്പീരിയൻസിൽ മാത്രം എടുത്ത ട്രേഡാണ്. ഒരിക്കലും അത് അനുകരിക്കാതിരിക്കാൻ നോക്കുക. അതേപോലെ തന്നെ ന്യൂസ് സമയത്ത് ഞാൻ അല്ലാത്ത എൻ്റെ ഒരു ട്രേഡും കാണാറില്ല. അപ്പൊ എനിക്ക് നല്ലൊരു പ്രോഫിറ്റ് എടുക്കാൻ കിട്ടിയ എൻ്റെ ഒരു എക്സ്പീരിയൻസ് വെച്ച് ഞാൻ ആ ഒരു ട്രേഡ് എടുത്താണ്. ഏകദേശം $100 മൂവ്മെന്റ് ആണ്. ഫ്രൈഡേ ആയതുകൊണ്ട് മാത്രമാണ് ഞാനൊരു മാക്സിമം $50 ഞാൻ ടാർഗറ്റ് ചെയ്തത്. ഏകദേശം തേഴ്സ്ഡേക്ക് ആണെന്നുണ്ടെങ്കിൽ ആ $100 തന്നെ ഞാൻ ചെയ്താലേ. ഞാൻ വിചാരിച്ച 1-2 ദിവസം കൊണ്ടായിരിക്കും ആ $100 കവറപ്പ് ചെയ്യുന്നത്. 2 ദിവസമെങ്കിലും പിടിക്കും. പക്ഷെ ഒറ്റ ദിവസം കൊണ്ട് തന്നെ അത് കവറപ്പ് ചെയ്തു. ചെയ്യാനുള്ള സാധ്യത ഇല്ല എന്ന് പറയാൻ പറ്റൂല. ഇങ്ങനെ ചെയ്ത സാധ്യതകൾ വളരെ കുറവുകളാണ്. ഏകദേശം ഒരു $60-70 വരെ ഗോൾഡ് മൂവ് ചെയ്യാറുള്ളത്. നിങ്ങൾ ടോട്ടൽ നോക്കിക്കഴിഞ്ഞാൽ ഒരു വർഷത്തിൽ അപൂർവമായിരിക്കും ഇങ്ങനത്തെ മൂവ്മെന്റ് ഒക്കെ കാണുന്നത്. ഈ വർഷം നമ്മൾ ഒരു വട്ടം കണ്ടു, ഇതിപ്പോ 2ാമത്തെ വട്ടമാണ് കാണുന്നത്.
അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾക്ക് കിട്ടുന്ന പ്രോഫിറ്റ് കിട്ടി, ഹാപ്പി. ഇതിൽ കൂടുതൽ നമ്മൾ നോക്കണ്ട. കിട്ടിയത് $100 ആണെങ്കിലും $1 ആണെങ്കിലും $0.5 ആണെങ്കിലും നമ്മൾ പഠിച്ച കാര്യങ്ങൾ വെച്ച് നമ്മുടെ എക്സ്പീരിയൻസ് വെച്ച് കിട്ടിയതാണ്. അത് വളരെ ഐശ്വര്യമുള്ള ഒരു കാര്യമാണ്. അതിൽ സന്തോഷിക്കുക. കിട്ടാത്തതിനെ കുറിച്ച് ഓർത്ത് ഒരിക്കലും നിരാശപ്പെടരുത്. അങ്ങനെ നിരാശപ്പെട്ടിട്ടുണ്ടെങ്കിൽ നമ്മളൊരു നല്ലൊരു ട്രേഡർ ആകില്ല. നമ്മളുടെ എക്സ്പീരിയൻസ് ആണ് നമുക്ക് വരുന്ന ലോസ്. അപ്പൊ നമുക്ക് ഡേയുടെ ഓൾറെഡി ഞാൻ പറഞ്ഞു. നമുക്ക് ഇനി 4 അവറിലേക്ക് വരാം. 4 അവറിലേക്ക് വന്നു കഴിഞ്ഞാലും പ്രൈസ് ഒരു എക്സ്ട്രീമിൽ തന്നെ ആയിക്കണമെങ്കിൽ ലോ ബ്രേക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, നമുക്ക് വീണ്ടും നല്ലൊരു എൻട്രി അവിടെ നിന്ന് നോക്കാവുന്നതാണ്. ഇവിടെ വേറെ PO കാര്യങ്ങളൊന്നും ഇല്ല എന്ന് തോന്നുന്നു. അപ്പൊ നമുക്ക് 1 അവറിലേക്ക് വരാം. 1 അവറിൽ ഓൾറെഡി 1 അവറിന്റെ സ്ട്രക്ചർ ഓൾറെഡി വലുതാണ്. നമുക്ക് ഇപ്പോഴും 1 അവറിന്റെ സ്ട്രക്ചറിൽ ഒരു ചേഞ്ച് ഓഫ് ക്യാരക്ടർ പോലും തന്നില്ല. ഇതാണ് 1 അവറിന്റെ ലാസ്റ്റ് സ്ട്രക്ചർ വരുന്നത്. ഇതാണ് 1 അവറിന്റെ മേജർ ലോ വരുന്നത്. ഏകദേശം മേജർ ലോ വന്ന് ലിക്വിഡിറ്റി ഗ്രാബ് ചെയ്യണമെങ്കിൽ ഇവിടെ ശ്രദ്ധിക്കുക. ബോഡി ബ്രേക്ക് ചെയ്യണമെങ്കിൽ വളരെ ശ്രദ്ധിച്ച് വേണം പിന്നെ ബൈസ് ഒക്കെ നോക്കാനായിട്ട്. നമുക്ക് പിന്നെ 1 അവറിന്റെ ഇവിടെ ഒരു OB ഉണ്ട്. അതിലൊക്കെ വരികയാണെങ്കിൽ റിയാക്ഷൻസ് ഉണ്ടാവും. മെയിനായിട്ട് ഇതിൽ വരികയാണെങ്കിൽ കൊള്ളാമായിരുന്നു. ഒരു ലോങ് ടൈം ട്രേഡ് എടുക്കാൻ പറ്റുന്ന ഒരു ഓപ്പർച്യൂണിറ്റി നമുക്ക് കിട്ടും. 50 മിനിറ്റിലേക്കൊക്കെ വന്നു കഴിയുകയാണെങ്കിൽ ശരിക്കും പറഞ്ഞാൽ 1 അവറിന്റെ സ്ട്രക്ചർ ഞാൻ കാണിച്ചുതരാം. 1 അവറിന്റെ സ്ട്രക്ചറിൽ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് നമുക്കൊരു നല്ലൊരു ബിയറിഷിലേക്ക് സെല്ല് നമുക്ക് കിട്ടിയായിരുന്നു. 1 അവറിന്റെ സ്ട്രക്ചറാണ് ഞാൻ മെയിനായിട്ട് നോക്കാൻ എല്ലാവരോടും പറയുന്നത്. ഇപ്പൊ നോക്കിയേ, 1 അവറിന്റെ സ്ട്രക്ചർ ഇവിടെ വന്നു, ഈ ലോ എടുത്തു. ഈ ലോ എടുത്തിട്ട് പ്രൈസ് എന്ത് ചെയ്തിട്ടുണ്ട്, ഈ ഒരു എക്സ്ട്രീം ഓർഡർ ബ്ലോക്കിൽ പ്രൈസ് ഇത് ഈ കാണുന്നില്ല, ഈ എക്സ്ട്രീം ഓർഡർ ബ്ലോക്കിൽ പ്രൈസ് വന്ന് മിറ്റിഗേറ്റ് ചെയ്തിട്ടാണ് പ്രൈസ് തിരിച്ചു പോയത്. ഇതിന്റെ ലോ ബ്രേക്ക് നല്ല എൻട്രി അല്ലേ. വീണ്ടും ഇന്ത്യൻ സ്ട്രക്ചറിൽ ഐഡിയും എടുത്തു, എക്സ്ട്രീം OBയിൽ വന്ന് പ്രൈസ് മിറ്റിഗേറ്റ് ചെയ്തിട്ടാണ് പോയത്. അപ്പൊ നല്ലൊരു റിയാക്ഷൻസ് ഇവിടെ നിന്ന് 1 അവറിന്റെ ഒരു 2-3 വട്ടം 1 അവറിന്റെ നല്ലൊരു റിയാക്ഷൻസ് ഇവിടെ നേരിട്ടുണ്ട്. ഇതും നല്ല റിയാക്ഷൻസ് ആണ്. ഇന്ത്യൻ സ്ട്രക്ചറാണ്, നമുക്ക് അധികം ട്രസ്റ്റ് ചെയ്യാൻ പറ്റില്ല. പക്ഷേ ഈ രണ്ട് മൂവ്മെന്റ് വളരെ എനിക്ക് അധികം ഇഷ്ടപ്പെട്ടു. നല്ലൊരു മൂവ്മെന്റ്. ഈ ഒരു മൂവ്മെന്റ് കണ്ടതുകൊണ്ട് തന്നെയാണ് ഞാൻ ഈ ഒരു സെറ്റപ്പ് വന്നപ്പോഴത്തേക്കും കൂടുതൽ സെല് ചെയ്യാനുണ്ടായ റീസൺ തന്നെ. നമുക്കൊരു 50 മിനിറ്റിലേക്ക് വരാം. 50 മിനിറ്റിലേക്ക് വന്നു കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നു 50 മിനിറ്റിന്റെ സ്ട്രക്ചറിലാണെന്നുണ്ടെങ്കിലും എൻട്രികൾ ഒരുപാട് ഉണ്ടായിരുന്നു. ബൈ സൈഡ് നിൽക്കണം എന്ന് പറയുന്നത് അതാണ്. നമ്മൾ നോക്കിയേ, നമുക്ക് മൺഡേ പ്രൈസ് വന്നു അല്ലേ, അത് തന്നെ മൺഡേ പ്രൈസ് വന്നിട്ട് എന്ത് ചെയ്തു, നമ്മുടെ 50 മിനിറ്റിൽ ഒരു ഐഡിയം എടുത്തു, പ്രൈസ് ബ്രേക്ക് ഓഫ് സ്ട്രക്ചർ തന്നു, നേരെ പ്രൈസ് മൂവ് ചെയ്തു, പ്രൈസ് നേരെ തിരിച്ചെന്ത് ചെയ്തു, നമുക്കൊരു ചേഞ്ച് ഓഫ് ക്യാരക്ടർ തന്നിട്ടുണ്ട്. 50 മിനിറ്റ് ആണ് ചേഞ്ച് ഓഫ് ക്യാരക്ടർ. ഇതൊക്കെ തരാം, അതിനൊന്നും നമുക്ക് ട്രസ്റ്റ് ചെയ്തിട്ട് കാര്യമില്ല. വീക്കിന്റെ ലോ ലിക്വിഡേറ്റ് ചെയ്ത് ഈ ഒരു മൂവ്മെന്റ് ആണെന്ന് തോന്നുന്നത്. അവിടെ നിന്നാണ് പ്രൈസ് നല്ല ബിൽഡപ്പ് ചെയ്ത് കിട്ടുക. അപ്പോൾ നമ്മളൊരു 50 മിനിറ്റിലായോ, 50 മിനിറ്റിൽ ബിയറിഷ് ചേഞ്ച് ഓഫ് ക്യാരക്ടർ കിട്ടി കഴിഞ്ഞ് പ്രൈസ് ബിയറിഷ് ആയിക്കോ, അല്ലെ 50 മിനിറ്റ് ബ്രേക്ക് ഓഫ് സ്ട്രക്ചർ കിട്ടി കഴിഞ്ഞാൽ ഒരിക്കലും അല്ല. 50 മിനിറ്റിലേക്കല്ല ഏറ്റവും വലിയ ലിക്വിഡിറ്റി എന്ന് പറഞ്ഞാൽ വീക്കിന്റെ ലിക്വിഡേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഈ സാധനമൊക്കെ എടുത്തു പോകാന്നുള്ള നിമിഷങ്ങളേ ഉള്ളൂ കേട്ടോ. നല്ല ബിൽഡപ്പ് കിട്ടി പ്രൈസ് ബ്രേക്ക് ചെയ്ത് പോയി. അപ്പൊ പിന്നെ 50 മിനിറ്റിന്റെ നിങ്ങളപ്പം തന്നെ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ വീക്കിന്റെ ലോ ലിക്വിഡേറ്റ് ചെയ്തു. അപ്പൊ ഈ 50 മിനിറ്റിന്റെ ചേഞ്ച് ഓഫ് ക്യാരക്ടറും ബ്രേക്ക് ഓഫ് സ്ട്രക്ചറും നോക്കിയത്, ഇത് ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ അപ്പോൾ തന്നെ 50 മിനിറ്റ് ഈ ചേഞ്ച് ഓഫ് ക്യാരക്ടർ ഇത് വാലിഡ്. എന്താണെന്ന് വെച്ചാൽ വീക്കിന്റെ ലോ ലിക്വിഡേറ്റ് ചെയ്തു, പ്രൈസ് നല്ല ബുള്ളിഷ് ആവും. നമുക്ക് എന്ത് ചെയ്യാം, ഈ ഡിസിഷൻ OBന്ന് നമുക്ക് ട്രേഡ് എടുക്കാം. നെക്സ്റ്റ് നോക്കിയേ കണ്ടോ, ഫസ്റ്റ് സെക്കൻഡ് നോക്കിയേ, നല്ല ട്രേഡ് അല്ലേ. തേർഡ് കണ്ടോ, എത്ര ട്രേഡ് കിട്ടി. ഈ ഒരു 3 ട്രേഡിൽ ഒരു ട്രേഡ് ചെയ്താൽ പോരെ നല്ല പ്രോഫിറ്റ് ഉണ്ടാക്കാനായിട്ട്. ഒരുപാട് ട്രേഡ് എടുക്കേണ്ട ആവശ്യമുണ്ട്. ഈ ട്രേഡ് വിട്ടുകളാം, നമുക്ക് വേണ്ട. പക്ഷെ ഇത്രയും ട്രേഡുകൾ നോക്കിയാൽ മതി നല്ല പ്രോഫിറ്റ് ഉണ്ടാക്കാനായിട്ട്. അപ്പോൾ പ്രൈസ് ഇപ്പോഴും ബുള്ളിഷ് തന്നെ, ബിയറിഷ് ആണെന്ന് വിചാരിക്കരുത്. അപ്പൊ ഇന്ന പൊസിഷൻസിലൊക്കെ വരികയാണെന്നുണ്ടെങ്കിൽ എടുക്കുക. ഇപ്പൊ ഡേയുടെ ഞാൻ ഓൾറെഡി പറഞ്ഞതാണ്, ഡേയുടെ ഇനി ഈ ലോ ഒന്നെങ്കിൽ ഈ ലോ ബ്രേക്ക് ചെയ്ത് പ്രൈസ് ഇവിടെ വന്നാൽ, അല്ലെങ്കിൽ ഈ ലോ എന്ത് ചെയ്യണം, ലിക്വിഡിറ്റി ഗ്രാബ് ചെയ്തതിന് ശേഷം എന്ത് ചെയ്യുക, പ്രൈസ് അവിടെ വന്നിട്ട് വേണം പോകാനായിട്ട്. വീക്കിന്റെ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ നോക്കി കഴിയുമ്പോഴത്തേക്കും അവിടെ ഒരു ഇന്റേണൽ ഉണ്ട് അല്ലെ. ഈ ഇന്റേണൽ ലോ എടുത്തു കഴിഞ്ഞാൽ നല്ലൊരു പുൾ ബാക്ക് കിട്ടാവുന്നതാണ്. അപ്പൊ ഈ ഹൈ ചിലപ്പോൾ ബ്രേക്ക് ചെയ്യണമെന്നില്ല, ചിലപ്പോൾ ബ്രേക്ക് ചെയ്യാം. എന്ന് വെച്ചാൽ അത്ര ഹൈ പ്രയോറിറ്റി അല്ല. ചിലപ്പോൾ ഇത് ബ്രേക്ക് ചെയ്ത് പോകാം. എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രൈസ് ഒരു പുതിയ ബ്രേക്ക് സ്ട്രക്ചർ തരാനായിട്ട് അതും മതി. അത് ഹൈ പ്രയോറിറ്റി അല്ലേ എന്ന് വെച്ച് കഴിഞ്ഞാൽ പറയാൻ പറ്റൂല. ഡേയുടെ ഈ ഒരു സ്ട്രക്ചർ മാപ്പ് വെച്ച് പ്രൈസ് അവിടെ ഒരു ലിക്വിഡിറ്റി ഗ്രാബ് നടത്തി, ഇവിടെയും വന്ന് ലിക്വിഡിറ്റി ഗ്രാബ് നടത്തി നല്ലൊരു കൺഫർമേഷൻ കിട്ടണമെങ്കിൽ നിങ്ങൾക്ക് ഈ ഹൈ തന്നെ ടാർഗറ്റ് ചെയ്യാം. ഫസ്റ്റ് ഈ ഹൈ ടാർഗറ്റ് ചെയ്യാം, സെക്കൻഡ് ഈ ഹൈ ടാർഗറ്റ് ചെയ്യാം. നല്ല ടാർഗറ്റ് കിട്ടും. 50 മിനിറ്റിലൊക്കെ പോയിട്ട് നല്ല ഒരു ടാർഗറ്റ് ഒക്കെ വെച്ച് സെറ്റ് ചെയ്ത് എടുക്കുക. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് നേരെ GBP/USDയിലേക്ക് വരാം. എനിക്കൊന്ന് GBP/USDയുടെ ഒക്കെ നമ്മൾ 4 അവറിന്റെ സ്ട്രക്ചർ ഫോളോ അപ്പ് ചെയ്യാൻ പറഞ്ഞിട്ട് ആ രീതിയിൽ തന്നെ പോകണം. ഒരുപാട് എൻട്രി ഉണ്ടായിരുന്നു. ഏകദേശം എനിക്കൊന്നും 4 അവറിന്റെ സ്ട്രക്ചർ എന്റെ മൂവ്മെന്റ് കഴിയാറായെന്ന് തോന്നുന്നു. ഇപ്പൊ മന്താണെങ്കിൽ പ്രീവിയസ് മന്തിന്റെ ഹൈ ബ്രേക്ക് ചെയ്തിട്ടുണ്ട്. നല്ല റിയാക്ഷൻ ഉണ്ടാകാനുള്ള സാധ്യത. എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രൈസ് ഓൾറെഡി ബിയറിഷ.
എപ്പോഴൊക്കെ പ്രീവിയസ് മന്തിന്റെ ഹൈ ബ്രേക്ക് ചെയ്തിട്ട് നല്ല റിയാക്ഷൻസ് തന്നിട്ടുണ്ട് അല്ലെ, ഒരുവിധം റിയാക്ഷൻ തന്നിട്ടുണ്ട്. അപ്പോൾ ഇത് റിയാക്ട് ചെയ്യാനുള്ള സാധ്യത കൂടുതൽ. നമുക്ക് വീക്കിലേക്ക് വരാം. വീക്കിലേക്ക് വരുമ്പോഴത്തേക്കും പ്രീവിയസ് വീക്കിന്റെ ഹൈ ബ്രേക്ക് ചെയ്തിട്ട് പ്രൈസ് നല്ലൊരു പുൾ ബാക്ക് തന്നിട്ടുണ്ട് അല്ലെ, നല്ലൊരു എൻട്രി ആയിരുന്നു. എന്നുവെച്ചാൽ ഹൈ ടൈം ഫ്രെയിം ഡേ, വീക്ക്, മന്തൊക്കെ ബിയറിഷ് ആണ്. അപ്പൊ നമുക്ക് നോക്കാം ഡേയിലേക്ക് വന്നു കഴിഞ്ഞാലും പ്രൈസ് ഇനി ഇവിടെ ഒരു ഇന്റേണൽ ഐഡിയം എടുത്തു കഴിയുമ്പോൾ ഫുൾ ബാക്ക് എടുക്കാൻ ചിലപ്പോൾ ഈ ഐഡിയം വരെ എടുത്തിട്ടായിരിക്കും ലിക്വിഡിറ്റി ഗ്രാബ് ചെയ്ത് അവിടെ നിന്ന് ഒരു കൺഫർമേഷൻ കിട്ടണമെങ്കിൽ ബൈ എടുക്കുക. 4 hourന്റെ പറയുകയാണെന്നുണ്ടെങ്കിൽ 4 hourന്റെ നമ്മൾ സ്ട്രക്ചർ മാപ്പ് പറഞ്ഞിട്ട് ഏകദേശം നമ്മൾ പറഞ്ഞ സ്ട്രക്ചർ മാപ്പുകളുണ്ട്. ഇതൊക്കെ നല്ല എൻട്രികളായിരുന്നില്ല, ഇത് നല്ല എൻട്രി ആയിരുന്നു. ഇന്റേണൽ നോക്കിക്കേ, ഇവിടുന്ന് നല്ല എൻട്രി ആയിരുന്നു. ഇത് പോരെ, എനിക്കൊന്ന് ഒരു മാസത്തെ മൂവ്മെന്റ് ഇപ്പൊ നമ്മുടെ GPUST ചെയ്യുന്ന ആൾക്കാരെ സംബന്ധിച്ചിട്ടുണ്ടെങ്കിൽ ഈ എൻട്രികളൊക്കെ നല്ല രീതിയിൽ എൻകാഷ് ചെയ്യണമെങ്കിൽ ഒരു മാസത്തെ മൂവ്മെന്റ് ആണ് നിങ്ങൾക്ക് ഇതെല്ലാം കിട്ടിയിരിക്കുന്നത്. നല്ല എൻട്രികൾ കിട്ടിയിട്ടുണ്ട്. അപ്പോ നമ്മളുടെ 1 hourലേക്ക് വരാം. GPUST 4 hour തന്നെയാണ് ഇപ്പോഴും മെയിൻ ആയിട്ട് നമ്മൾ നോക്കേണ്ടത്. 1 hourൽ വന്നു കഴിഞ്ഞാൽ ഉണ്ടോ ഇവിടെയൊക്കെ ലിക്വിഡിറ്റി ചെയ്തിട്ട് 1 hourലാണെങ്കിലും വാങ്ങാം. കിട്ടില്ല എൻട്രി ആയിരുന്നു, സ്നിപ്പർ എൻട്രി എന്ന് പറയാം കേട്ടോ. ഇവിടെ ഓക്കെ കേട്ടോ, 1 hourന്റെ ലിക്വിഡിറ്റി എടുത്തു കേട്ടോ. നല്ല നല്ല പൈസ തന്നിട്ടുണ്ടായിരുന്നു. ഇപ്പോഴും ഈ ഓർഡർ ഫ്ലോയുടെ ടാർഗറ്റ് ഓൾറെഡി ഹിറ്റ് ആണ്, അതൊന്ന് ശ്രദ്ധിക്കണം കേട്ടോ. ഇവിടെ ഇനി ഓർഡർ ഫ്ലോ ഇല്ല. ഓർഡർ ഫ്ലോയിന്റെ റിയാക്ഷൻ കിടക്കെ തന്നെ വന്ന് ഈ ഓർഡർ ബ്ലോക്കിൽ വന്ന് മിറ്റിഗേറ്റ് ചെയ്യണമെങ്കിൽ ഇത് ബ്രേക്ക് ചെയ്യാനുള്ള സാധ്യത ഒരു 95% സാധ്യതയില്ല, 5% പോലും ഇല്ല. അപ്പൊ ഇത് ഓൾറെഡി ഓർഡർ ഫ്ലോയുടെ പ്രീവിയസ് ഹൈ ഓൾറെഡി ടാർജറ്റ് കിട്ടിക്കഴിഞ്ഞു. നമ്മുടെ ഈ എൻട്രി ടാർജറ്റ് കിട്ടി. ഇനിയിപ്പോ 4 hourന്റെ ഓർഡർ ബ്ലോക്ക് ഉണ്ട്, 1 hourന്റെ ഓർഡർ ബ്ലോക്ക് ഉണ്ട്, അവിടെ ഒരു 50 minute ഓർഡർ ബ്ലോക്കും കൂടിയുണ്ട്. റിയാക്ട് ചെയ്യാൻ നിങ്ങൾക്ക് കൺഫർമേഷൻ കിട്ടണമെങ്കിൽ എടുക്കും. പക്ഷെ എനിക്ക് തോന്നുന്നു സാധാരണ കറൻസിയിലേക്ക് ഇതേപോലെ ഒരു വലിയൊരു ഫെയർ വാല്യൂ ഗ്യാപ്പ് വന്നു, അവിടെ നല്ലൊരു ഇൻഎഫിഷ്യൻസി വന്നിട്ടുണ്ടെങ്കിൽ ഈ നമ്മളുടെ കറൻസിയിലൊക്കെയുള്ള പ്രോബ്ലം എന്ന് പറഞ്ഞാൽ ഇത് ക്ലിയർ ചെയ്യില്ല. ഇത് ക്ലിയർ ചെയ്യുവാനായിട്ട് ഒരുപാട് ഹെഡ്ജ് ഫണ്ട് അങ്ങനെയുള്ള വലിയ വലിയ റീറ്റെയിൽ സ്ട്രാറ്റജി ചെയ്യുന്ന ആളുകൾ ഇവരൊക്കെ എല്ലാവരും ഈ ഇതൊരു ഫോക്കസ് ചെയ്ത് ട്രേഡ് ചെയ്യാൻ നോക്കുന്നത് കൊണ്ട് തന്നെ അപൂർവമാണ് ഇത് വന്ന് പെട്ടെന്ന് തന്നെ എടുക്കുന്നത്. ചിലപ്പോൾ വളരെ സ്ലോ ആയിട്ട് വരാം, ഇവിടം വരെ വരാം, വീണ്ടും അതിന്റെ ലോ ലിക്വിഡേറ്റ് ചെയ്യുക. അത് കൂടെയുള്ള ആളുകളെ ലിക്വിഡേറ്റ് ചെയ്ത് മാറ്റി ഇൻസ്റ്റിറ്റ്യൂഷൻ മേളിലേക്ക് കൊണ്ടുപോകാനേ നോക്കുകയുള്ളൂ. ഗോൾഡൊക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് ധൈര്യമായിട്ട് അത് ചെയ്യാൻ പറ്റും. ചിലപ്പോൾ അതേ ദിവസം തന്നെ ഇതിന്റെ ഇൻഎഫിഷ്യൻസി ഒക്കെ അവിടെ മാറ്റി കഴിഞ്ഞിട്ടുണ്ടാവും. നമുക്ക് നേരെ ഓസ്ട്രേലിയൻ ഡോളറിലേക്ക് വരാം. എനിക്ക് അതിലും വളരെയധികം സന്തോഷമാണ്. GBP അതേപോലെ തന്നെ നമ്മുടെ AUD പക്ക മൂവ്മെന്റ് ആയിരുന്നു, ഒരുപാട് എൻട്രി ഉണ്ടായിരുന്നു. നമ്മള് ബ്രോഡ്കാസ്റ്റ് ഗ്രൂപ്പിലൊക്കെ നമ്മൾ ഇട്ടതാണ് GBPയുടെ. ആ ടൈമിലൊക്കെ ഞാൻ ഇട്ട് തന്നായിരുന്നു. ഒരുപാട് പേര് പ്രോഫിറ്റ് എടുത്ത് കാണിച്ചു. എനിക്കൊന്നും ബിഗിനേഴ്സ് അടക്കം ഒരു ദിവസം മിനിമം ബിഗിനേഴ്സിന്റെ പ്രോഫിറ്റ് ആണ് ഞാൻ മെയിൻ ആയിട്ട് പറയുന്നത്. മിനിമം 10-25,000 രൂപ, 10,000 രൂപ, 20,000 രൂപ വെച്ച് പ്രോഫിറ്റ് ഒക്കെ എടുത്ത ആൾക്കാരുണ്ട് ചെറിയ ചെറിയ റിയൽ അക്കൗണ്ടിലൊക്കെ. അതൊക്കെ വളരെ സന്തോഷമുള്ള കാര്യമാണ്. അപ്പൊ അതിൽ ചെറിയ റിസ്ക് ഒക്കെ വെച്ചിട്ട് നല്ല പ്രോഫിറ്റ് എടുത്ത ഒരുപാട് പേരുണ്ട്. നമുക്ക് മന്തിന്റെ പറയുകയാണെങ്കിൽ പ്രൈസ് വളരെ വിയർഷ് ആണ്. വീക്ക് പറയുകയാണെങ്കിൽ നമുക്ക് ഈ വീക്കിന്റെ ഹൈ എടുത്തതിന് ശേഷം പ്രൈസ് നല്ല രീതിയിൽ വരും. നമുക്ക് ആ ടാർജറ്റ് തന്നെ കിട്ടിയെന്ന് പറയാം അല്ലെ. നമുക്ക് ഡേയിലേക്ക് വരാം. ഡേയിലേക്ക് വന്നു കഴിയുമ്പോൾ പ്രൈസ് ഓൾറെഡി ബിയറിഷ് ആണ്. ഇപ്പൊ നോക്കിക്കണമെങ്കിൽ ഡേയിലാണെങ്കിൽ ഇവിടെയൊക്കെ ലോ ബ്രേക്ക് ചെയ്ത് ഇതെല്ലാം നല്ല റിയാക്ഷൻ തന്നതാണ്. നെക്സ്റ്റ് ഈ ലോ ബ്രേക്ക് ചെയ്യുമ്പോൾ റിയാക്ഷൻ തരുവാന്ന് വെച്ച് കഴിഞ്ഞാൽ ഉറപ്പായിട്ട് നമുക്ക് റിയാക്ഷൻ കിട്ടേണ്ടതാണ്. നോക്കിയാൽ നമുക്ക് 4 hourലേക്ക് വരാം. 4 hourലേക്ക് വന്നു കഴിഞ്ഞാൽ നമ്മൾ കണ്ടോ ഇവിടെ നിന്നാണ് നമ്മൾ ആ എൻട്രി എടുത്ത്. ഇവിടെ നിന്ന് എടുക്കട്ടെ എന്ന് ചോദിച്ചവരോടൊക്കെ ഇവിടെ നമ്മൾ എടുത്താൽ മതി എന്ന് പറഞ്ഞു. ഇവിടെ നിന്ന് ആ പ്രൈസ് മൂവ്മെന്റ് പോയി തിരിച്ചു വന്ന് ലിക്വിഡിറ്റി ബ്രേക്ക് ചെയ്തു. ഇവിടെ നിന്ന് കൺഫർമേഷൻ കിട്ടിയായിരുന്നു. വീണ്ടും ഈ ഫസ്റ്റ് സെക്കൻഡ് എല്ലാത്തിൻ്റെ ഫസ്റ്റ് സെക്കൻഡ് ഹിറ്റ് ചെയ്തിട്ട് വന്നു. വീണ്ടും ഇവിടെ നിന്ന് ഇന്റേണൽ ഐഡിയം എടുത്തു, ബൈ ചെയ്തോളാൻ പറഞ്ഞു. നല്ലൊരു മൂവ്മെന്റ് കിട്ടി, നല്ലൊരു പ്രോഫിറ്റ് കിട്ടി. വീണ്ടും ഇന്റേണൽ ഐഡിയം എടുത്ത് നല്ലൊരു മൂവ്മെന്റ് കിട്ടി. ഇവിടെ NFP വന്നതിന് മുമ്പ് ക്ലോസ് ചെയ്യണമെന്ന് പറഞ്ഞിരുന്നു. പല ആൾക്കാരും അറിയാവുന്നതാണ് എല്ലാവർക്കും. ക്ലോസ് ചെയ്തോ ഇല്ലയെന്ന് എനിക്ക് അറിയില്ല. ഇല്ലാത്തവർക്ക് പ്രോഫിറ്റ് കുറച്ചായിരിക്കും കിട്ടിയേക്കണം, അല്ലെങ്കിൽ ബ്രേക്ക് ഇവൻ അടിച്ചത്. നമ്മൾ അങ്ങനെ കിട്ടിയാലോ എന്ന് ചിന്തിച്ച് നിൽക്കരുത്. നമ്മളുടെ ഓൾറെഡി നമുക്ക് ഇവിടെ ഒരു 75% മൂവ് ചെയ്ത് കഴിഞ്ഞു. അപ്പൊ ഇനി അതങ്ങനെ പ്രോഫിറ്റ് ബുക്ക് ചെയ്യുന്നത് തന്നെയാണ് ബെറ്റർ. ഇത് ഒരു ചെറിയൊരു 25%, 20% വേണ്ടി നമ്മൾ വെയിറ്റ് ചെയ്ത് വെറുതെ ബ്രേക്ക് ഇവനോ അടിച്ചു കളഞ്ഞിട്ട് ഒരു കാര്യമില്ല. 4 hour സ്ട്രക്ചർ ഇനി വരികയാണെന്നുണ്ടെങ്കിൽ ഇതിന്റെ ലോ ബോഡി ബ്രേക്ക് ചെയ്തിട്ടുണ്ട്. അപ്പൊ മിക്കവാറും ഇനി നാളത്തെ ദിവസം നോക്കുക. ഇപ്പൊ മൺഡേ വേറൊരു മൂവ്മെന്റ്, പിന്നെ ട്യൂസ്ഡേ വെനസ്ഡേ ആണ് കറക്റ്റ് ആയിട്ടുള്ള മൂവ്മെന്റ്. ട്യൂസ്ഡേയിലത്തെ മാർക്കറ്റ് നോക്കുമ്പോഴാണ് കറക്റ്റ് ആയിട്ടുള്ള മൂവ്മെന്റ് മനസ്സിലാവുന്നത്. നമുക്ക് 1 hourലേക്ക് വരാം. 1 hourലേക്ക് വന്നു കഴിഞ്ഞാലും പ്രൈസ് കണ്ടോ 1 hourലാണെന്നുണ്ടെങ്കിലും നമ്മളുടെ ലാസ്റ്റ് സ്ട്രക്ചർ ഇതാണ്. 1 hourന്റെ ബ്രേക്ക് സ്ട്രക്ചർ ഇതാണ് അല്ലേ. 1 hourൽ വേറെ ഒന്നും പറയാനില്ല. പ്രൈസ് ഒരു ബുള്ളിഷിൽ വീണ്ടും പ്രൈസ് താഴേക്ക് പോകാം. ഇത് നമ്മളുടെ
കറൻസികളുടെ ഒരു പ്രത്യേകതയാണ്. GBPയിലൊക്കെ പിന്നെയും ഗോൾഡിന്റെ ഒരു ചെറിയ ബിഹേവിയർ ഒക്കെ GBPയിൽ കിട്ടാറുണ്ട്. പക്ഷെ ബാക്കിയുള്ള കറൻസിയുടെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹൈ ലോ ഒരു സൈഡ് വേ ട്രെൻഡ് തന്നെ ആയിരിക്കും. ഒരു ബുള്ളിഷ് ഒന്നും നമുക്ക് പറയാൻ പറ്റൂല പല മൂവ്മെന്റുകളെ ഉണ്ടോ. ഈ ഒരു ഇൻഎഫിഷ്യൻസി എടുക്കാനും ചിലപ്പോൾ പെട്ടെന്ന് എടുക്കാൻ, ചിലപ്പോൾ താമസിച്ചെടുക്കാം. USD ചിലപ്പോൾ വളരെ താമസിച്ചായിരിക്കും എടുക്കുന്നത്. ഇതൊക്കെ എടുത്തു കഴിഞ്ഞാൽ USDയുടെ അങ്ങനെ തന്നെ കിടക്കും. അപ്പൊ നമുക്ക് USDയിലേക്ക് വരാം. USDയിലേക്ക് എനിക്ക് പറയാൻ വേറെ ഒന്നുമില്ല. മന്ത് ഓൾറെഡി ബിയറിഷ് ആണ്. പ്രീവിയസ് മന്തിന്റെ ഹൈ എടുത്തിട്ടാണ് വന്നത്. പ്രൈസ് ഓൾറെഡി ഹയർ ടൈം ഫ്രെയിമിൽ ബിയറിഷ് ആയതുകൊണ്ട് തന്നെ ആ സെല്ല് നോക്കാമായിരുന്നു എന്ന് വെച്ചാൽ നല്ല ഹൈ പ്രയോറിറ്റി സെല്ലായിരുന്നു. നല്ലൊരു മൂവ്മെന്റും കഴിഞ്ഞു. ഓൾറെഡി വീക്കിന്റെ ഇത് രണ്ട് ഇൻസൈഡ് ക്യാൻഡിൽ ആയിരുന്നു. മദർ ക്യാൻഡിൽ ഹൈ സീപ്പ് ചെയ്തിട്ടുണ്ട്. നല്ലൊരു സെല്ലായിരുന്നു. ഓൾറെഡി ഈ ഇന്റേണൽ ഐഡിയം എടുത്തിട്ട് ഒരു മൂവ്മെന്റ് വന്ന് വീണ്ടും വന്ന് ഹൈ എടുത്തിട്ടാണ് മൂവ് ചെയ്യുന്നത്. ചിലപ്പോൾ പ്രൈസ് നല്ല രീതിയിൽ താഴേക്ക് പോകാം. അപ്പൊ നമുക്ക് ഡേയിലേക്ക് വരാം. ഡേയിലേക്ക് വരികയാണെങ്കിൽ ഈ ഒരു ഇന്റേണൽ ഐഡിയം എടുത്തു കഴിയുമ്പോൾ ഒരു പുൾ ബാക്ക് ഉണ്ടാവും. ചിലപ്പോൾ പ്രൈസ് ഇങ്ങോട്ട് വന്നിട്ട് ഈ ഒരു വീക്ക് ഓർഡർ ബ്ലോക്ക് ചെയ്യുന്നതായിരിക്കും ചിലപ്പോൾ പുൾ ബാക്ക് എടുക്കുന്നത്. വീണ്ടും പ്രൈസ് താഴേക്ക് വരാനാണെങ്കിൽ ഇങ്ങനെ താഴേക്ക് വരാം. ഇവിടെയൊക്കെ ബോഡി ബ്രേക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ വീണ്ടും താഴേക്ക് വരാനുള്ള ഒരു റിയാക്ഷൻ എടുക്കുക. അടുത്ത റിയാക്ഷൻ സെല്ലും നോക്കുക. രണ്ട് സൈഡിലേക്കും നോക്കുക. അത്രേ എനിക്ക് പറയാനുള്ളൂ. 4 അവർ ആണെന്നുണ്ടെങ്കിൽ ഇവിടെ നല്ലൊരു സ്ട്രക്ചർ ബ്രേക്ക് ചെയ്തുകൊണ്ട് തന്നെ ഇത് ചിലപ്പോൾ നല്ല റിയാക്ട് ചെയ്യാനുള്ള ഒരു സാധ്യത ഉണ്ട്. ഇതൊരു നല്ലൊരു ബോഡി സ്ട്രക്ചറാണ് ബ്രേക്ക് ചെയ്തേക്കുന്നത് കാണുന്നത്. അപ്പോ നമുക്ക് 1 അവറിലേക്ക് വരാം. 1 അവറിൽ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കൊരു എക്സ്ട്രീം ഹോബി ഉണ്ട്. ധൈര്യമായിട്ട് അപ്പൊ നമ്മൾ ആ കിടക്കുന്ന ഇവിടെ നിന്ന് ബൈ നോക്കുക. നല്ലൊരു കൺഫർമേഷൻ കിട്ടണമെങ്കിൽ എടുക്കുക. അപ്പൊ എനിക്ക് ഇത്രമേ പറയാനുള്ളൂ. ബാക്കിയുള്ള എല്ലാ കാര്യങ്ങളും, ബാക്കി എന്തെങ്കിലും ഒരു ഹൈ പ്രയോറിറ്റി ഏരിയ ഉണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ നമ്മുടെ ബ്രോഡ്കാസ്റ്റ് ഗ്രൂപ്പിൽ അടച്ചിടാം. അതേപോലെ തന്നെ പരമാവധി നല്ല രീതിയിൽ ബാക്ക് ടെസ്റ്റ് ചെയ്യുക. ബാക്ക് ടെസ്റ്റ് ആണ് നമ്മളുടെ മുന്നോട്ടുള്ള നമ്മുടെ ട്രേഡിംഗ് ലൈഫിന് ഏറ്റവും കൂടുതൽ ഗുണകരമായി വരുന്നത്. അതേപോലെ തന്നെ നല്ല രീതിയിലുള്ള എക്സ്പീരിയൻസ് മാത്രമാക്കുക. നമ്മൾ സെറ്റായ രീതിയിൽ ഒരു ട്രേഡിലും പോകാതിരിക്കുക. പല ആൾക്കാർ കറക്റ്റായ ട്രേഡുകളെല്ലാം എടുക്കുന്നുണ്ട്. പക്ഷെ 1-2 കൂടുതൽ ട്രേഡിന് വേണ്ടി ട്രേഡ് ചെയ്യുമ്പോഴാണ് നഷ്ടം വരുന്നത്. നഷ്ടം വന്നു കഴിഞ്ഞാൽ ഓൾറെഡി നമുക്ക് ഇമോഷൻസ് വരും. ഇമോഷൻസ് വരുമ്പോൾ നമ്മൾ ഈ ഗാംബ്ലിംഗ് പോലെ വേണ്ടാത്ത ട്രേഡുകളിലൊക്കെ പോയി എൻട്രി വെക്കും. അവിടെ നഷ്ടങ്ങൾ വീണ്ടും വരും. അപ്പൊ നമുക്ക് ചിലപ്പോൾ ഒരു 3 ട്രേഡ് കറക്റ്റായിട്ട് ഇട്ട് ഒരു 10 ട്രേഡ് തെറ്റായ ട്രേഡിൽ പോയി നഷ്ടം വരുത്തി കഴിയുമ്പോൾ ആ കിട്ടിയ 3 ട്രേഡിന്റെ പ്രോഫിറ്റ് ആയിരിക്കും പോകുന്നത്. മിക്കൊരു ബ്രേക്ക് ഇവൻ 3 ട്രേഡ് പ്രോഫിറ്റ് കിട്ടിയിട്ടാ, ബാക്കി 10 ട്രേഡ് സെല്ല് കിട്ടി ബ്രേക്ക് ചെയ്യും. പക്ഷെ ആ 10 ട്രേഡ് കറക്റ്റ് ആയിട്ടുള്ള ഹിസ്റ്ററി എടുക്കുമ്പോൾ കറക്റ്റ് ആയിട്ട് ട്രേഡ് ചെയ്യില്ല. എന്തിനാണ് ആ പരിപാടിക്ക് പോകുന്നത്? അപ്പൊ നല്ല ട്രേഡുകൾ മാത്രം, ഞാൻ പറഞ്ഞില്ലേ, മാസത്തിൽ ഒരു ട്രേഡ് എടുത്താൽ പോലും പ്രോഫിറ്റിൽ പോകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ആഴ്ചയിൽ ഒരു ട്രേഡ് എടുത്താലും നല്ല പ്രോഫിറ്റ് കിട്ടും. നിങ്ങൾക്ക് വേറെ എന്ത് ജോലിക്ക് വേണമെങ്കിലും പോവാം. വേറെ എന്ത് പരിപാടിക്ക് വേണമെങ്കിലും പോകുന്നതിന് പ്രശ്നമില്ല. നമ്മുടെ സ്ട്രക്ചർ മാപ്പിൽ വരുമ്പോൾ നേരെ ഇത് കണ്ട് ഇവിടെ നേരെ ഇതേപോലെ അങ്ങോട്ട് അലർട്ട് അങ്ങോട്ട് ഇട്ട് വെക്കുക. അവിടെ പ്രൈസ് വരുമ്പോഴത്തേക്കും എടുത്താൽ മതി. അപ്പോൾ എല്ലാവർക്കും വരുന്ന വീക്കിൽ നല്ല ഒരു പ്രോഫിറ്റ് ഉണ്ടാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. വിഷ് യു ഓൾ ദി ബെസ്റ്റ്. അതേപോലെ എനിക്കൊരു കാര്യം കൂടി പറയാനുണ്ട്. നമ്മുടെ ബിഗിനേഴ്സിന് വേണ്ടി കുറെ ഇൻഫർമേറ്റീവ്സ് ആയിട്ടുള്ള വീഡിയോസ് നമ്മൾ ചെയ്യാൻ പോകുന്നുണ്ട്. അപ്പൊ നമ്മുടെ വാട്സാപ്പിന്റെ ചാനലിലായിരിക്കും അത് അപ്ഡേറ്റ് ചെയ്യാൻ പോകുന്നത്. അപ്പൊ നമ്മുടെ കോഴ്സിന് വേണ്ടിയല്ല. ഒരുപാട് പേര് പല സ്ഥലങ്ങളിൽ കോഴ്സ് എടുക്കുന്നുണ്ട്, പറ്റിക്കപ്പെടുന്നുണ്ട്. ഒരുപാട് പേര് പല അക്കൗണ്ട് മാനേജ്മെന്റിലും അതേപോലെ തന്നെ പല ട്രേഡിംഗ് ബോട്ടിലെ കൊണ്ടേ കാശിട്ട് ഒരുപാട് നഷ്ടങ്ങൾ സംഭവിക്കുന്നുണ്ട്. അപ്പൊ ഇവർ ഇതൊക്കെ ഇങ്ങനെയൊന്നും നഷ്ടപ്പെടാതെ എങ്ങനെ നല്ലൊരു ട്രേഡിംഗ് കോഴ്സ് പഠിച്ച്, ഇപ്പൊ നമ്മളുടെ അടുത്തൊന്നും പഠിച്ചില്ലെങ്കിലും നമ്മുടെ അടുത്തുനിന്ന് എല്ലാവരും പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് നടക്കുന്ന കാര്യമല്ല. നമ്മുടെ അടുത്തുനിന്ന് പഠിച്ചില്ലെങ്കിലും നല്ല കോഴ്സുകൾ എങ്ങനെ തിരഞ്ഞെടുക്കാവുന്നു. അത് ഏത് കോഴ്സിലും പോയി കഴിഞ്ഞാൽ അവർ ചോദിക്കേണ്ട കാര്യങ്ങൾ അവർക്ക് ചോദിച്ച് നല്ലൊരു കോഴ്സ് എടുത്ത് സ്റ്റാർട്ട് ചെയ്യാമെന്നും, അതേപോലെ ഏത് വ്യക്തിക്കാണ് ട്രേഡിംഗ് പഠിക്കാൻ പറ്റുന്നതെന്നും ആരെയൊക്കെ കൊണ്ട് ഈ ട്രേഡിംഗ് പഠിക്കാൻ പറ്റുമെന്നും ഇതൊക്കെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്. അപ്പൊ ഇത്രയും ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ കിട്ടിക്കഴിയുമ്പോഴത്തേക്ക് അവർക്ക് നല്ല നോളജ് വരും. അവർക്ക് ട്രേഡിംഗ് പഠിക്കാൻ പോയാലും അതിന്റെ ഗുണമുണ്ടാവും. അതേപോലെ തന്നെ അവർക്ക് ട്രേഡിംഗ് പഠിക്കണമെന്നൊരു തീരുമാനം വരെ അവർക്ക് എടുക്കാൻ പറ്റും. ഇപ്പൊ ട്രേഡ് ചെയ്തുകൊണ്ടിരിക്കുന്ന നഷ്ടം വന്നുകൊണ്ടിരിക്കുന്ന ട്രേഡിംഗ് ലൈഫ് നിർത്തണോ അല്ലെങ്കിൽ അതെങ്ങനെ ഇമ്പ്രൂവ്മെന്റ് ചെയ്യണം എന്നുള്ള കാര്യങ്ങളെല്ലാം മനസ്സിലാക്കി തരുന്ന നല്ലൊരു അടിപൊളി പ്രോഗ്രാം ആയിരിക്കും ബിഗിനേഴ്സിന് വേണ്ടി ഞാൻ ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ വാട്സാപ്പ് ചാനലിലായിരിക്കും അത് അപ്ഡേറ്റ് ആവുന്നത്. ഇതിന്റെ ലിങ്കിന്റെ താഴെ എന്റെ നമ്പർ ഉണ്ടാവും. ആ നമ്പറിൽ തന്നെ ആയിരിക്കും വാട്സാപ്പ് ചാനൽ ഉണ്ടാവുന്നത്. അപ്പൊ അതിലൊന്ന് കയറി ജസ്റ്റ് എനിക്ക് വേണമെങ്കിൽ ഒന്ന് ഹായ് ഇട്ടാൽ മതി, ഞാൻ എൻ്റെ ലിങ്ക് തരാം. അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് സുഖമായിട്ട് ചാനൽ എടുക്കാമെന്ന് അറിയാവുന്നവർക്ക് അതിൽ ഫ്രീ ആയിട്ട് നിങ്ങൾക്ക് മെമ്പർഷിപ്പ് എടുക്കാവുന്നതാണ്. അപ്പൊ എല്ലാവർക്കും ഒരിക്കൽ കൂടി വിഷ് യു ഓൾ ദി ബെസ്റ്റ്.